തന്നെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു സർവേ റിപ്പോർട്ട്. അതായത് ഇപ്പോൾ ഇവിടെ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ NDA ഗവൺമെൻറ് വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരുമെന്നാണ് ആ സർവേ പറയുന്നത്. ഇത് ഇവിടുത്തെ ഇന്ത്യ മുന്നണിക്കും സുഡാപ്പികൾക്കും കമ്മി കൊങ്ങികൾക്കും ഒക്കെ ഒരു വലിയ തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തൊക്കെയാണ് അതിനൊപ്പം ഈ സർവേ നടത്തിയിരിക്കുന്നത് ഈ ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ ആണ് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള സർവേ ആണ് ഇവിടെ നടത്തുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായിട്ടും ഡൽഹിയിലെ BJPയുടെ വിജയം അത് വലിയ രീതിയിൽ പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. BJP അല്ലെങ്കിൽ മോദി വിരുദ്ധർ പോലും ഒരുപക്ഷെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒന്നാണ് ഡൽഹിയിലെ BJPയുടെ വിജയം. 27 വർഷം BJPക്ക് കൈ തൊടാൻ അല്ലെങ്കിൽ കൈ എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഇന്ദ്രപ്രസ്ഥത്തെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി BJP അവിടെ അധികാരം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനമൊക്കെ കഴിഞ്ഞെത്തിയതിനു ശേഷം അവിടുത്തെ മുഖ്യമന്ത്രി ആരാകും എന്നുള്ളത് തീരുമാനിക്കും. അപ്പോൾ 48 സീറ്റോട് കൂടിയുള്ള BJPയുടെ വിജയം, വട്ടപൂജ്യത്തോടു കൂടിയുള്ള കോൺഗ്രസിന്റെ പരാജയം, ഇത് വലിയ രീതിയിൽ ലോകം തന്നെ അല്ലെങ്കിൽ ഇന്ത്യ തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്. BJPയുടെ വളർച്ച എങ്ങനെയാണ് എന്നുള്ളത് പടിപ്പടിയായി ഒരു കുട്ടി ജനിച്ചു വരുന്നത് പോലെയാണ് BJP ഇന്ത്യയിൽ വളർന്നു വന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഒരു BJPക്ക് ഒരു തരത്തിലും വേരുറപ്പിക്കാൻ കഴിയാത്ത മണ്ണിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം കയ്യിലേന്തുന്ന നിലയിലേക്ക് BJP വളർന്നു കഴിഞ്ഞത് RSSന്റെ BJPയുടെയും കൃത്യമായ ഇടപെടൽ, അടിത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനം, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ പഠിച്ച് അവലോകനം നടത്തിക്കൊണ്ട് എവിടെയാണ് പരാജയം സംഭവിക്കുന്നത്, ആ പരാജയം എങ്ങനെയാണ് സംഭവിക്കുന്നത്, ആ പരാജയത്തെ എങ്ങനെ വിജയത്തിലേക്ക് നയിക്കാം എന്നുള്ള കൃത്യമായ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പല അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിച്ചുകൊണ്ടാണ് BJP ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം 70 വർഷത്തോളം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ആണ് വട്ടപൂജ്യം എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. എങ്ങനെയാണ് കോൺഗ്രസിന് ഒരു തരത്തിലും നിലനിൽക്കാൻ കഴിയാത്ത തകർന്നടിഞ്ഞത് എന്ന് ചോദിച്ചാൽ, നയിക്കാൻ നല്ലൊരു നേതാവ് കോൺഗ്രസിനില്ല, പ്രവർത്തിക്കാൻ നല്ല ആളുകൾ കോൺഗ്രസിലില്ല. ഇനി പ്രവർത്തിക്കുന്ന യുവത്വങ്ങൾ ഉണ്ട് എങ്കിൽ അവരെ മുൻപന്തിയിലേക്ക് വരാൻ ഇവിടത്തെ അധികാരമോഹികളായ ചില പടുവാഴകൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതില് 2/3 ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഡൽഹിയിൽ അധികാരത്തിൽ വന്നത് എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടത്. തീർച്ചയായിട്ടും വോട്ടിംഗ് ഷെയറിന്റെ കാര്യത്തിലും ഒക്കെ BJP നേടുന്ന ഓരോ തിരഞ്ഞെടുപ്പുകളിലും BJP നേടുന്ന വലിയ വർധനവ് അത് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നല്ലത് ആര് ചെയ്താലും അത് നല്ലതാണ് എന്ന് പറഞ്ഞ് തന്നെ പോകണം. കോൺഗ്രസ് ഇവിടെ ചെയ്യേണ്ടത് എങ്ങനെയാണ് BJP ഓരോ നിയോജക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളും പിടിച്ചെടുക്കുന്നത് എന്നുള്ള കൃത്യമായ അവലോകനം നടത്തിക്കൊണ്ട് തെറ്റുകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ കോൺഗ്രസ് ജയിക്കുമ്പോൾ ജനാധിപത്യവും BJP ജയിക്കുമ്പോൾ EVMന്റെ കള്ളത്തരവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നിങ്ങൾ എത്ര നാൾ പോകും എന്നുള്ളതാണ് ചോദ്യം. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവിനെ, ഒരു കഴിവുമില്ലാത്ത ഒരു നേതാവ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തിന് എന്തെങ്കിലും കഴിവുണ്ടായിരുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന അദ്ദേഹം ഇന്ത്യക്കെതിരെ നിങ്ങൾ പ്രവർത്തിക്കൂ എന്ന് ഇന്ത്യക്കാരോട് പറയില്ല. അദ്ദേഹത്തിന് എന്താണ് പറ്റുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. മറ്റ് രാജ്യങ്ങളിൽ പോയി ഇന്ത്യക്കെതിരെ സംസാരിക്കുക, ചൈനയെ പുകഴ്ത്തുക. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു വലിയ റിപ്പോർട്ട് പുറത്തു വന്നത് നമ്മുടെ ABC മീഡിയ മലയാളത്തിന്റെ ഹെഡായ വടയാർ സുനിൽ സാർ പുറത്തുവിട്ട എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസ് വന്നത്, ഓപ്പറേഷൻ പാരീസ് എന്ന രീതിയിൽ ബംഗ്ലാദേശിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയത്തെ അട്ടിമറിക്കാൻ, അതായത് ഹസീനയും മോദിയും തട്ടാനുള്ള നീക്കങ്ങൾ ലണ്ടനിൽ നടന്നു. കുറെ ആളുകൾ ചേർന്ന് നടത്തി ആ മീറ്റിംഗിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തു എന്നുള്ളത് ബംഗ്ലാദേശിലെ ബിൽസ് എന്ന് പറയുന്ന പത്രം, ഒരുപാട് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ വലിയ വെളിപ്പെടുത്തലുകൾ നടത്തിയ ബിൽസ് എന്ന് പറയുന്ന പത്രം കൃത്യമായി പുറത്തുവിട്ടിരിക്കുന്നു. അത് മാത്രമല്ല, അവർ പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കൂ എന്നാണ്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി കേസ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെ നിൽക്കുന്നു. ഇതിന്റെ ഒക്കെ തുടക്കത്തിൽ പാർത്ഥൻ പറഞ്ഞതുപോലെ ഇന്ത്യ ടുഡേ
സി വോട്ടർ മൂഡ് ഓഫ് നേഷൻ എന്ന് പറയുന്ന ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള ഒരു സർവേ റിപ്പോർട്ട് പുറത്തു വരുന്നതനുസരിച്ച് അവർ പറയുന്നത് ആകെയുള്ള 543 അംഗ ലോക്സഭയിൽ 343 സീറ്റുകളും NDA നേടും. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 232 സീറ്റുകൾ നേടിയ ഇന്ത്യ സഖ്യത്തിന് 188 സീറ്റുകൾ മാത്രമേ ലഭിക്കൂ. 2025 ജനുവരി 2-നും ഫെബ്രുവരി 9-നും ഇടയിലാണ് ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ നടത്തിയത്. എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും 125, 123 വ്യക്തികളിലാണ് സർവേ നടത്തിയത്. 272 ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 2024 292 സീറ്റ് നേടിയാണ് NDA അധികാരത്തിലെത്തിയത്. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ JDയും TDPയും ചേർന്നാണ് ഇപ്പോ കേന്ദ്രം ഭരിക്കുന്നത്. ഇപ്പോൾ വോട്ടെടുപ്പ് നടന്നാൽ NDAയുടെ വോട്ട് വിഹിതം 3% വർദ്ധിച്ച് 47% ഉയരുമെന്നാണ് ഈ സർവേ റിപ്പോർട്ട് പറയുന്നത്. ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് വിഹിതത്തിൽ വെറും 1% വർധനവേ ഉണ്ടാകൂ. ഇന്ന് വോട്ടെടുപ്പ് നടന്നാൽ BJPക്ക് മാത്രം 281 സീറ്റുകൾ ലഭിക്കുമെന്നാണ് സർവേയുടെ പ്രവചനം. BJPക്ക് മാത്രമായി 41% വോട്ടും ലഭിക്കും. വോട്ട് വിഹിതത്തിൽ 3% വർധനമാണ് BJPക്ക് ഉണ്ടാകുക. കോൺഗ്രസ് അതിന്റെ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കുന്നില്ല എന്നതാണ് പ്രശ്നമെന്ന് രാഷ്ട്രീയ വിദഗ്ധ യാമിനി അയ്യർ പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ അടിസ്ഥാന പ്രശ്നം സംഘടനാ ഘടനയാണ്. അതില്ലാതെ ഒന്നും ചലിക്കില്ല എന്നും കഴിഞ്ഞ തവണ 400 സീറ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് BJP വോട്ടെടുപ്പിനെ നേരിട്ടത് എന്നുമാണ് പറയുന്നത്. മാത്രമല്ല BJP തുടക്കത്തിൽ തന്നെ അധികാരത്തിൽ വരുമ്പോൾ BJP പറഞ്ഞത് എന്താണ്? കോൺഗ്രസ് മുക്ത ഭാരതം, അതാണ് ഞങ്ങളുടെ അജണ്ട. സത്യത്തിൽ അന്ന് BJP എല്ലാവരും പരിഹസിച്ചു. എങ്ങനെയാണ് കോൺഗ്രസ് മുക്ത ഭാരതമാക്കാൻ കഴിയുന്നത്? കോൺഗ്രസ് ഇല്ലാതെ ഇന്ത്യ ഇല്ല, ഇന്ദിരയില്ലാതെ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞ ഇടത്ത് കോൺഗ്രസ് ഇല്ലാതെ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞ ഇടത്ത് നിന്ന് 3 തവണയാണ് അധികാരം പിടിച്ചത്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ BJP പ്രധാനമന്ത്രി വാജ്പേയി ആണോ? വാജ്പേയിയാണ്. ആ സമയത്താണ് ഒരുപക്ഷെ എല്ലാവരും ഒന്ന് ഞെട്ടി, എങ്ങനെയാണ് BJP അധികാരത്തിൽ വന്നത്, ഇനി BJPക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ 2014 നമ്മൾ എടുത്തു നോക്കിയാൽ BJPയുടെ അടുക്കും ചിട്ടയുമായുള്ള പ്രവർത്തനം, BJPക്ക് അപ്പുറം നിങ്ങൾ കാണേണ്ടത്, കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ്സുകാർ അറിയേണ്ടത് RSS എന്ന് പറയുന്ന ഒരു സംഘടനയെ കുറിച്ചാണ്. നിങ്ങൾ പലപ്പോഴും മറന്നു പോകുന്നത് RSSനെയാണ്. നിങ്ങൾ BJPയെ മാറ്റി നിർത്തൂ, RSS എന്ന് പറയുന്ന ഒരു സംഘടനയെ നിങ്ങൾ നോക്കൂ. RSSന്റെ കൃത്യമായ ഇടപെടൽ, കൃത്യമായ ആസൂത്രണം, അടിത്തട്ടുകളിൽ നിന്നുള്ള പ്രവർത്തനം, BJPക്ക് എവിടെയാണോ വീഴ്ച പറ്റുന്നത്, എവിടെയാണോ BJPക്ക് ഒരു കിതപ്പുണ്ടാകുന്നത്, അവിടെ RSS കുതിക്കാനായി തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് കോൺഗ്രസ് BJP എന്നല്ല RSS എന്ന് പറയുന്ന ഒരു ഒരു സംഘടനയെ കണ്ടുപഠിക്കേണ്ടത് എന്നുള്ളതാണ്. നിയന്ത്രിക്കാൻ ഒരാളില്ല എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വീഴ്ച തന്നെയാണ്. കുറെ മരവാഴകളെയും കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ നന്നാവില്ല. നിങ്ങൾ കൃത്യമായി പണിയെടുക്കൂ, പ്രവർത്തിക്കൂ എന്നുള്ളതാണ് നമുക്കിതിൽ പറയാനുള്ളത്. പാർത്തനെ പറയാൻ ഞാൻ അനുവദിച്ചില്ല എന്ന് തോന്നുന്നു. എന്തെങ്കിലും ഉണ്ടോ ഇതിൽ കൂട്ടിച്ചേർക്കാൻ? പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ലാസ്റ്റ് അവസാനം പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ എനിക്കും പറയാനുള്ളൂ. കാരണം കോൺഗ്രസിന് എത്ര കാലം, കോൺഗ്രസിനും CPM-നും മറ്റു കക്ഷികൾക്കും എത്ര കാലം കഷ്ടപ്പെട്ടാലും അവർക്ക് അധികാരത്തിലേക്ക് വരാതിരിക്കാനുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് RSS പോലെ പിന്നിൽ നിന്ന് ചലിപ്പിക്കുന്ന ശക്തമായ തന്ത്രമുള്ള ആളുകൾക്ക് പോലും മനസ്സിലാവാത്ത രീതിയിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ആ സംഘടനയ്ക്ക് തുല്യമായ ഒരു സംഘടന ഉണ്ടാക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് അടുത്ത 100 വർഷത്തേക്ക് കോൺഗ്രസ് ശ്രമിച്ചാലും നടക്കാത്ത കാര്യമാണ് എന്നുള്ളത് BJPക്ക് ഏറ്റവും വലിയ എഡ്ജാണ്. അത് മാത്രമല്ല BJPയെ സംബന്ധിച്ചിടത്തോളം RSS എന്നൊക്കെ BJPക്ക് വേണ്ടി ആക്റ്റീവായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ അന്നൊക്കെ BJP ജയിച്ചിട്ടുണ്ട്. എന്നൊക്കെ RSS അല്പം പുറകോട്ട് നിന്നിട്ടുണ്ടോ അന്നൊക്കെ BJPക്ക് കുറച്ച് പണി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ട കാര്യം കൂടിയാണ്. ഒരു കാര്യം കൂടി പറയാം, അതായത് ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടിയോടൊപ്പമാണല്ലോ ഇപ്പോൾ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ JDUവിനെ വളരെ തന്ത്രപരമായി അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി JDU ഈ ബീഹാറിൽ നിന്ന് ഏകദേശം ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും അവിടെ BJP സമ്പൂർണ്ണമായ ഭരണം പിടിക്കുകയും അടുത്ത ലോക്സഭാ ഇലക്ഷനോടുകൂടി BJP അവിടെ
നല്ല ഒരു നിലയ്ക്ക് അധികാരത്തിലേക്ക് എത്തുകയും ചെയ്യും. പതുക്കെ പതുക്കെ അവിടെ JDU ഇല്ലാതായി BJP അധികാരത്തിലേക്ക് വന്ന് ഒറ്റയ്ക്ക് അധികാരം പിടിക്കുന്ന തന്ത്രം അടുത്ത 10 വർഷത്തിനിടയിലേക്ക് BJP കൊണ്ടുവരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.